ഉമ്മൻചാണ്ടിയുടെ മലക്കം മറിച്ചിലിലൂടെ സംസ്ഥാനത്തെ കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഇനി എന്തു പറയുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ലെസ്ലി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ലെസ്ലി, ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കർണാടകയിലേക്ക് രാഹുൽ മത്സരിച്ചേക്കും, വയനാട്ടിൽ വരാൻ സാധ്യതയില്ല. പക്ഷേ കേരളത്തിലെ നേതാക്കളെല്ലാം ഒരു പടി കൂടി കടന്ന് കടുത്ത ഭാഷയിൽ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി തുടങ്ങിയിരിക്കുന്നു. ലെസ്ലി, ആനന്ദ്, കർണാടകം മണ്ഡലമായിരിക്കും ദക്ഷിണേന്ത്യയിൽ രാഹുൽ മത്സരിക്കുക എന്നുള്ളതിന്റെ ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡും കോൺഗ്രസും എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും വയനാട് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മത്സരത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഐക്യത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷം ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ എതിർക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായി നല്ലതാകില്ല എന്ന സൂചന തന്നെയാണ്, അഭിപ്രായം തന്നെയാണ് ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ വയനാടിൽ മത്സരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന ഉപദേശമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏകദേശം തീരുമാനം ആയി കഴിഞ്ഞിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനമാണ് രാവിലെ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസ്താവന. താനെവിടെയും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ഇതേ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ആദ്യമായി കോൺഗ്രസിന്റെ വയനാട് മത്സരാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കും, കോൺഗ്രസ് അധ്യക്ഷനായിരിക്കും എന്നുള്ള കാര്യം വിശദീകരിച്ചത്. ഇതിനെ തുടർന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഞാൻ കഴിഞ്ഞ വാർത്തകളിൽ സൂചിപ്പിച്ചതുപോലെ ലോകായുക്തയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തിരുവനന്തപുരത്ത് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആരും ഇതുവരെ രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിലേക്കെല്ലാം കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന നേതൃത്വം എത്തുന്നതിന്റെ പ്രധാന കാരണം ഒരു പച്ചക്കൊടി ഇതുവരെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കിടയിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖനായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ അനിശ്ചിതത്വമുണ്ടാക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പ്രചരണത്തെ കാര്യമായി ബാധിക്കുന്ന തരത്തിലാണ് മറ്റു മണ്ഡലത്തിൽ എങ്കിൽ വയനാട് ഉണ്ടാകാൻ പോകുന്ന വളരെ സ്ഫോടകാത്മകമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് DCC പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന കഴിഞ്ഞ നിമിഷങ്ങളിൽ നടത്തുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്നുള്ളതല്ല ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. വയനാട്ടിൽ ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന വിഷയം. അവിടേക്ക് സ്ഥാനാർത്ഥി നിർണയം എത്തുമ്പോഴാണ് ഇനിയും വീണ്ടും ഗ്രൂപ്പ് പോരുകൾ മുറുകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. നിലവിൽ എ ഗ്രൂപ്പിന്റെ ഭാഗമായി ഗ്രൂപ്പിന്റെ ഒപ്പം കൂടിയിട്ടുള്ള ടി സിദ്ദീഖിനെ അവിടേക്ക് വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഉമ്മൻചാണ്ടി വളരെ കുത്സിതമായ ഒരു ശ്രമത്തിന്റെ ഒടുവിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി വയനാട്ടിൽ എത്തിക്കുകയും ചെയ്തത്. ഇതിന്റെ നീരസമെന്നോണം ഗ്രൂപ്പ് വ്യത്യസ്ത തലങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുകയും ഇത് പരാതിയായി KPCCയുടെ പക്കൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നടപടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുക എന്നുള്ള കാര്യം KPCC നേരത്തെ തന്നെ വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഗ്രൂപ്പ് യോഗം കൂടുകയോ കോൺഗ്രസിന് വിരുദ്ധമായ തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് മറ്റു നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഒളിച്ചോട്ടം തന്നെയാണ് സംസ്ഥാനത്തിന്റെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും. കാരണം ടി സിദ്ദീഖ് എല്ലാവർക്കും സ്വീകാര്യനല്ല, പ്രത്യേകിച്ച് വയനാട് DCCക്ക് സ്വീകാര്യനല്ലാത്ത ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2 തവണയും ഷാനവാസ് ജയിച്ചു കയറിയ ഗ്രൂപ്പിന്റെ മണ്ഡലം വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് കൊണ്ടെത്തുകയും ചെയ്തത്. സംസ്ഥാനത്തെ 16 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അപ്രഖ്യാപിതമായ ഒരു ഗ്രൂപ്പ് ആധിപത്യം ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടായി.
ഏറ്റവും ഒടുവിലായി വന്ന വടകര മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനെ പോലും എ ഗ്രൂപ്പ് അക്കൗണ്ടിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഗ്രൂപ്പ് പോര് അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ ഇതിന്റെ ക്ഷീണം കോൺഗ്രസിനും UDF-നുമാണ് എന്നുള്ള തിരിച്ചറിവ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ തന്നെ ഘടകകക്ഷികളിൽ പ്രധാനമായ മുസ്ലിം ലീഗ് ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസ് ആണ് മറ്റൊരു പ്രമുഖ ഘടകകക്ഷി. ഇവർ നിലവിൽ തന്നെ അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം വലിയ തോതിൽ പ്രതിസന്ധി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. എന്നാൽ മറ്റു 2 മണ്ഡലങ്ങളിൽ പൊന്നാനിയിലും മലപ്പുറത്തും മത്സരരംഗത്തുള്ള മുസ്ലിം ലീഗ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അനിശ്ചിതത്വം മുസ്ലിം ലീഗിനെയും ബാധിക്കുന്നതായുള്ള സൂചകമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന മുസ്ലിം ലീഗിന് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ കടുത്ത എതിർപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉയരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന സൂചനകൾ ലഭിക്കുന്നു. കർണാടകയിൽ മത്സരിച്ചേക്കും. ഇന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തന്നെയാണുള്ളത്. ശരത് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്, ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ധാരണയിലേക്ക് നീങ്ങുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന പ്രതികൂല റിപ്പോർട്ടുകൾ അത് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകാൻ വേണ്ടി പോകുന്ന സന്ദേശം, അവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ധാരണയിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വയനാട്ടിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമായി രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. മറിച്ച് രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത് തീരുമാനമെടുത്ത് അതിൻ്റെ പ്രഖ്യാപനമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമോ ആയി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഏതായാലും കർണാടകയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സജീവമായി രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. 2 മണ്ഡലങ്ങൾ പ്രധാനമായും ഇത്തരത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു. റായ്ചൂരും ചിക്കോടിയും അതുപോലെ തന്നെ ബിഹാറും ധാർവാഡും ഒക്കെ തന്നെ, ഈ 4 മണ്ഡലങ്ങളൊക്കെ തന്നെ ഈ ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് എങ്കിൽ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും കർണാടകത്തിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വ്യക്തത ഇപ്പോഴുമില്ല. ഏതായാലും മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം സജീവമായി പരിഗണനയുള്ളുണ്ട്. ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനുമപ്പുറത്തേക്ക് രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അത് എവിടെ എന്നതിനെ സംബന്ധിച്ച് ഏറെ വലിയ ചർച്ചകൾക്കുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കാരണം ഏത് മണ്ഡലം തിരഞ്ഞെടുത്താലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. കാരണം അതിൻ്റെ ഒന്നാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അധിക സമയം ചെലവഴിക്കാതെ തന്നെ ദേശീയ തലത്തിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പാർട്ടിയാകെ തന്നെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതമായി 1-2 തവണ മാത്രം മണ്ഡലം സന്ദർശിച്ചുകൊണ്ട് അവിടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പറ്റുന്ന മണ്ഡലമായിരിക്കണമെന്നുള്ള പരിഗണന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും നൽകും. അതുപോലെ തന്നെ രണ്ടാമതുള്ളത് അത് ഏത് രീതിയിൽ BJPക്ക് എത്രത്തോളം സ്വാധീനമുണ്ട്, അത് അവിടെ ആ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് എത്രത്തോളം BJPക്കെതിരായി പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പ്രധാനമായും വടക്കൻ കർണാടകത്തിൽ മത്സരിക്കണമോ എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കും. കാരണം വടക്കൻ കർണാടക BJPക്ക് വലിയ ഒരു വളക്കൂറുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കർണാടകയിൽ മത്സരിക്കുകയാണെങ്കിൽ റായ്ചൂരും ചിക്കോടിയും ഉണ്ട് പരിഗണനയിൽ. അതിൽ തന്നെ റായ്ചൂരിലും ചിക്കോടിയിലും മത്സരിക്കുന്നതിൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. ഇത്തരത്തിൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയ ദൈർഘ്യമേറിയ ചർച്ചകൾക്കുള്ള സാധ്യതകളാണ് കാണുക. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഏറെ വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വയനാട്ടിൽ മത്സരിക്കില്ല എന്നു മാത്രമായൊരു പ്രഖ്യാപനം ഏതായാലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റ് രാഹുൽ ഗാന്ധിയുടെ കർണാടകയിലെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ രണ്ടാമതൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവും ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിക്കാൻ ഇടയാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും വൈകുന്നേരം 4 മണിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗം മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം തന്നെ രാഹുലിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം, 2ാം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും കൂടി ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു സാഹചര്യം പരിഗണിച്ച്
പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ പുലർച്ചയോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആനന്ദ്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ കർണാടകയിൽ മത്സരിച്ചേക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഒന്നും സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിൽ സ്ഥാനാർത്ഥി വൈകുന്നതിൽ മുസ്ലിം ലീഗിന് പ്രതിഷേധം. പ്രശ്നം ചർച്ച ചെയ്യാൻ ലീഗ് യോഗം മലപ്പുറത്ത് ചേരുന്നു. വയനാടും വടകരയും പ്രചരണത്തെ ബാധിച്ചെന്ന് മുസ്ലിം ലീഗ്. KT സ്വാലിഹ് ചേരുന്നു വിശദാംശങ്ങളുമായി. സ്വാലിഹ്, എന്തൊക്കെയാണ് ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി? ആനന്ദ്, UDF ഘടകകക്ഷികൾക്കിടയിൽ തന്നെ വലിയ അതൃപ്തി നിലനിൽക്കുന്നതിന്റെ ഒരു സൂചനയാണ് മുസ്ലിം ലീഗ് പരസ്യമായി ഇപ്പോൾ രംഗത്ത് വരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന കാര്യം പാണക്കാട് ഹൈദരലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. തുടർന്ന് ഇവർ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. മലപ്പുറത്ത് പാണക്കാട് തങ്ങളുടെ വസതിയിൽ രാഹുലിന്റെ വരവ് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്ന തരത്തിൽ പാണക്കാട് ഹൈദരലി തങ്ങൾ തന്നെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ തുടർന്ന് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇല്ലാതിരിക്കുകയായിരുന്നു. ഇത് മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പ്രത്യേകിച്ച് പ്രചരണ രംഗത്ത് പോലും ഇത് വലിയ ആത്മവിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചു എന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. വയനാടിൽ മാത്രമല്ല വടകരയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനത്ത് ഉടനീളം ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വമുള്ളത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി ബോർഡ് യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഹൈദരലി തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം. മുസ്ലിം ലീഗിന്റെ MLA മാരും അതോടൊപ്പം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും എല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് ജില്ലയുടെ പ്രതിനിധികളും കോഴിക്കോട് ജില്ലയുടെ പ്രതിനിധികളും എല്ലാം തന്നെ ഇന്നത്തെ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും MK മുനീർ തുടങ്ങിയ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആനന്ദ്. ശരി സ്വാലിഹ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. കടുത്ത അതൃപ്തി വയനാട് വിഷയത്തിൽ ലീഗും അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്ന അവരുടെ ഉന്നതതല യോഗം ഇപ്പോൾ മലപ്പുറത്ത് ചേരുകയാണ്. സ്വാലിഹാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംയുക്തമായാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ഉച്ചയ്ക്ക് 2:30 ദില്ലി AKG ഭവനിലാണ് ചടങ്ങ്. പാർലമെന്റിൽ CPIM അംഗബലം വർദ്ധിപ്പിക്കുക, BJP-യെയും NDA ഘടകകക്ഷികളെയും തോൽപ്പിക്കുക, ഇവയാണ് പാർട്ടി ലക്ഷ്യമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ടാവുക. തനിക്ക് സീറ്റില്ലെന്ന് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിന്റെ വേദനയായിരുന്നു അന്നത്തെ തന്റെ പ്രതികരണമെന്ന് KV തോമസ്. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ താൻ തയ്യാറാണെന്ന് മാസങ്ങൾക്ക് മുൻപേ നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ സീറ്റില്ലെന്ന് തന്നോട് ആരും പറഞ്ഞില്ല. പിന്നീട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചപ്പോൾ വിഷമം മാറി. ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയ KV തോമസിന്റെ പ്രതികരണമാണ് ഇത്. ഈ വാർത്തയിലേക്ക് എത്താം. ലോകായുക്തയായി മുൻ സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ രാവിലെ 11:30 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. ഗവർണർ ജസ്റ്റിസ് സദാശിവം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പൊതുപ്രവർത്തകരുടെ അഴിമതിയും ദുർഭരണവും സംബന്ധിച്ചുള്ള പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക എന്നതാണ് ലോകായുക്തയുടെ മുഖ്യ കർത്തവ്യം. 5 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്തെ ചുട്ടുപൊളിച്ച് ചൂട് തുടരുന്നു. ഒരാഴ്ച കൂടി കടുത്ത ചൂട് തുടരും എന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ നേരിയ തോതിൽ ഇന്ന് വേനൽ മഴ ചില ജില്ലകളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുന്നു. സംസ്ഥാനം നേരിടാത്ത കൊടും ചൂടാണ് നേരിടുന്നത്. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെയാണ് കൂടുന്നത്. പാലക്കാടും പുനലൂരിലുമാണ് ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെട്ടത്. ഒരാഴ്ച കൂടി കടുത്ത ചൂട് സംസ്ഥാനത്ത് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇതിനിടയിൽ നേരിയ തോതിൽ വേനൽ മഴ സംസ്ഥാനത്തെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഇല്ലാത്തപക്ഷം ചൂട് ഇനിയും ഇരട്ടിയാകും. ഇന്ന് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് അറിയിപ്പ്. എന്നാൽ എൽ നിനോ പ്രതിഭാസം തുടർന്നാൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങും.
കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 46 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് കൂടിയതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പടക്കം നൽകിയിട്ടുള്ളത്. പകർച്ചവ്യാധികൾക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ പൊതുജനം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.